ചില മനുഷ്യർ ചരിത്രം വായിക്കാനല്ല, ചരിത്രം തിരുത്തി കുറിക്കാനാണ് ജനിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയ ചില പോരാട്ടങ്ങളുണ്ട്. വെറും മണ്ണുണ്ടാക്കാനല്ല, ഒരു ജനതയ്ക്ക് തലയുയർത്തി നിൽക്കാൻ ഒരിടം കണ്ടെത്താനായി നടത്തിയ പോരാട്ടം. സൗത്ത് കരോലിനയുടെ തീരത്ത് ആഡംബര ബീച്ചുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ദ ബ്ലാക്ക് പോൾ എന്നറിയപ്പെടുന്ന അറ്റ്ലാന്റിക് ബീച്ച്. ഇതിന് പിന്നിൽ ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയുണ്ട്. ടൈസൺ. ആരായിരുന്നു ജോർജ് ടൈസൺ? അമേരിക്ക. വംശീയ അധിക്ഷേപങ്ങളും വിവേചനങ്ങളും കൊടുമ്പിരിക്കൊണ്ട കാലം. കറുത്ത വർഗ്ഗക്കാരന് പൊതു ഇടങ്ങളിൽ പ്രവേശനമില്ല. എന്തിന്? സമുദ്രതീരത്ത് കാറ്റുകൊള്ളാൻ പോലും അനുവാദമില്ലാത്ത കാലം. ജിം ക്രോ നിയമങ്ങൾ മനുഷ്യരെ നിറത്തിന്റെ പേരിൽ വേർതിരിച്ചപ്പോൾ ആ വേലിക്കെട്ടുകൾ പൊളിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സംരംഭകനായിരുന്നു അദ്ദേഹം. ടൈസൺ വെറും ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല, കറുത്ത വർഗ്ഗക്കാരുടെ അന്തസ്സിന്റെ കാവലാളായിരുന്നു. 1934 ടൈസൺ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു. വെളുത്ത വർഗ്ഗക്കാരുടെ മാത്രം ആധിപത്യം ഉണ്ടായിരുന്ന ഹൊറി കൗണ്ടിയിൽ 47 ഏക്കർ കടൽ തീരം അദ്ദേഹം വിലക്കെടുത്തു. അന്ന് അതൊരു അസാധ്യമായ കാര്യമായിരുന്നു. രാഷ്ട്രീയമായ നീക്കം അവിടെ തുടങ്ങുകയായിരുന്നു. തന്റെ ജനതയ്ക്ക് സ്വന്തമായ ഒരു ഇടം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അവിടെ അദ്ദേഹം ബ്ലാക്ക് ഹോക്ക് നൈറ്റ് ക്ലബ് സ്ഥാപിച്ചു. വംശീയതയുടെ വേലിക്കെട്ടുകൾക്ക് പുറത്ത് സ്വന്തം സംഗീതവും സംസ്കാരവും ആഘോഷിക്കാൻ കറുത്ത വർഗ്ഗക്കാർക്ക് ലഭിച്ച ഏക അഭയസ്ഥാനം. വെള്ളക്കാരുടെ ബീച്ചുകൾ വേലിക്കെട്ടിയും റോഡുകൾ അടച്ചും അറ്റ്ലാന്റിക് ബീച്ചിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ടൈസൺ തളർന്നില്ല. കൂടുതൽ ഭൂമി വാരിക്കൂട്ടി അദ്ദേഹം അതൊരു കമ്പനിയാക്കി മാറ്റി. ഡോക്ടർമാരും അധ്യാപകരും സാധാരണക്കാരുമായ കറുത്ത വർഗ്ഗക്കാരെ അവിടെ സ്ഥലം വാങ്ങാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അത് കേവലം ഒരു ബീച്ച് ആയിരുന്നില്ല, കറുത്ത വർഗ്ഗക്കാരുടെ സാമ്പത്തിക സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായിരുന്നു. സെഗ്രിഗേഷൻ എന്ന രാഷ്ട്രീയ അനീതിക്കെതിരെ ടൈസൺ ഉയർത്തിയ കോട്ടയായിരുന്നു ഈ മണ്ണ്. ഇന്ന് കോടികൾ വിലമതിക്കുന്ന വലിയ ഡെവലപ്പർമാർ ഈ ഭൂമി കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോഴും ടൈസന്റെ പിൻഗാമികൾ കോടതിയിൽ പോരാടുന്നത് അദ്ദേഹത്തിന്റെ ആ പഴയ ഉടമ്പടികൾ ഉയർത്തിപ്പിടിച്ചാണ്. തന്റെ ജനതയുടെ മണ്ണ് അവർക്ക് തന്നെ അവകാശപ്പെട്ടതായിരിക്കണം എന്നതായിരുന്നു ടൈസന്റെ അചഞ്ചലമായ രാഷ്ട്രീയ നിലപാട്. ടൈസൺ മരിച്ചിരിക്കാം, പക്ഷേ അറ്റ്ലാന്റിക് ബീച്ചിലെ ഓരോ മണൽത്തെരിയിലും അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ചൂടുണ്ട്. അധികാരത്തോടും അനീതിയോടും പോരാടി നേടിയെടുത്ത കറുത്ത മുത്ത് അറ്റ്ലാന്റിക് ബീച്ച്. ആ തിരമാലകൾ ഇന്നും മന്ത്രിക്കുന്നത് അദ്ദേഹത്തിന്റെ കഥയാണ്. പോരാട്ടത്തിന്റെ, അതിജീവനത്തിന്റെ, വിജയത്തിന്റെ കഥ.